പണ്ട് ശിവനിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു തീവ്ര ശിവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ശിവനെയല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിച്ചിരുന്നില്ല. വർഷങ്ങളോളം ഭക്തിപൂർവ്വം പൂജകൾ നടത്തിയിട്ടും ഭഗവാൻ ശിവൻ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. തന്റെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നില്ലെന്ന് കരുതി അദ്ദേഹം വലിയ നിരാശയിലും ദേഷ്യത്തിലുമായി. ഒടുവിൽ അദ്ദേഹം ശിവഭക്തി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ പൂജാമുറിയിലുണ്ടായിരുന്ന ശിവവിഗ്രഹം എടുത്തു വീടിന്റെ ഇരുളടഞ്ഞ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. പകരം ഒരു മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജകൾ ആരംഭിച്ചു. ഒരു ദിവസം ഭക്തൻ വിഷ്ണു വിഗ്രഹത്തിനു മുന്നിൽ വലിയ തോതിൽ സാമ്പ്രാണിയും ധൂപങ്ങളും കത്തിച്ച് പൂജ നടത്തുകയായിരുന്നു. ആ സുഗന്ധം വീട് മുഴുവൻ പടർന്നു. പെട്ടെന്ന് ആ മനുഷ്യന് ഒരു ചിന്ത വന്നു. ഞാൻ ഈ വിഷ്ണുവിനു വേണ്ടി അർപ്പിക്കുന്ന സുഗന്ധം മൂലയിലിരിക്കുന്ന ആ ശിവവിഗ്രഹത്തിലേക്ക് കൂടി എത്തുന്നുണ്ടല്ലോ. അത് പാടില്ല. ശിവവിഗ്രഹത്തിന് ഈ സുഗന്ധം ലഭിക്കാതിരിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ഒരു തുണിയെടുത്ത് ആ വിഗ്രഹത്തിന്റെ മൂക്ക് മുറുക്കി കെട്ടിവെച്ചു. ആ നിമിഷം തന്നെ ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അത്ഭുതപ്പെട്ട ഭക്തൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഇത്രയും കാലം ഞാൻ അങ്ങയെ ഭക്തിയോടെ പൂജിച്ചപ്പോൾ വരാതെ ഇപ്പോൾ ഞാൻ അങ്ങയോട് വിദ്വേഷം കാണിച്ചപ്പോൾ എന്തിനാണ് പ്രത്യക്ഷനായത്? ശിവൻ തന്റെ ഭക്തനോട് പറഞ്ഞു, ഭക്താ, ഇത്രയും കാലം നീ എന്നെ പൂജിച്ചത് വെറുമൊരു കല്ലായി കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഞാൻ ആ വിഗ്രഹത്തിൽ ശ്വസിക്കുന്നുണ്ടെന്നും അവിടെ എന്റെ സാന്നിധ്യമുണ്ടെന്നും നീ പൂർണ്ണമായി വിശ്വസിച്ചു. വിഗ്രഹത്തിന്റെ മൂക്ക് കെട്ടിവെച്ചപ്പോൾ എന്നെ നീ ഒരു ജീവനുള്ള സത്തയായി അംഗീകരിച്ചു. ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നിന്റെ മുന്നിലെത്തിച്ചത്.